എന്താ ഉണ്ടായി? ഇത് മാല. என்ன சொல்ற? அந்த டைமண்ட் நெக்லஸா? ஓ എടുത്തതാരായാലും അത് തിരിച്ചു കൊടുത്തേക്കുക. ദയവ് ചെയ്ത് ഈ രാത്രിയിലെ സന്തോഷം നശിപ്പിക്കരുത്. ചേട്ടാ, അത്രയ്ക്ക് ചങ്കൂറ്റുള്ളവനാരാ? ഇത് ഏതായാലും വെറുതെ വിടാൻ പറ്റില്ല. ഒറ്റ ഒരുത്തനെയും പുറത്തു വിടരുത്. എടുത്തവനെ ഏതായാലും പുറത്തു പോകാനുള്ള നേരം കിട്ടിയിട്ടില്ല. ഒരെണ്ണം പുറത്തു പോരുത്. മര്യാദക്ക് തിരിച്ചു കൊടുത്താൽ നാറാണ്ട് രക്ഷപ്പെടാം. ഡയമണ്ടാ ഡയമണ്ട്. എന്തോലുണ്ട്? ഒരു 10-20 പണിക്കരേട്ടാ, എന്ത് വില വരും? ക്യാരക്ടർ ഒരു 4 ലക്ഷം വരും. അപ്പൊ 10-15 ലക്ഷം വേണം മുതലാ. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ വെറുതെ കളിക്കാൻ നിൽക്കരുത്. രാജാക്കണ്ണേ, മര്യാദക്ക് തിരിച്ചു വന്നേക്ക്. തരില്ലെന്നോ? മര്യാദക്ക് തിരിച്ചു കൊടുത്താ തല്ലുകൊള്ളാതെ നിനക്ക് രക്ഷപ്പെടാം. ഓ, ഈ റൈമണ്ടിന്റെ നെക്സ്റ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. എന്നാ ഇവനൊന്ന് വിഴുങ്ങിക്കാണും. വിഴുങ്ങിന്ന തൊമ്മനെങ്കിൽ അത്ര സംശയമാണെങ്കിൽ നാളെ പറമ്പിൽ നമുക്ക് ഒരുമിച്ച് വിലക്കിരിക്കാം. എനിക്കൊരു കമ്പനി ആവുമല്ലോ. വൃത്തികെട്ടവൻ. അപ്പൊ പിന്നെ വിഴുങ്ങിന്ന് പറയരുത്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന് വിഴുങ്ങിയിട്ടുണ്ട് പലതും പലവട്ടം. ഇവിടെ കണക്കെഴുത്ത് പിള്ളയായിരുന്നപ്പോൾ തേങ്ങയുടെ കണക്കിൽ മാസം 50 തേങ്ങ വെച്ച് ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. ഐ അപ്രിസിയേറ്റ് യു. പൂങ്കാവനത്തിന് കഴിക്കാൻ വെച്ചിരുന്ന ചവനപ്രാശം ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. എനിക്കൊരു മനപ്രയാസമില്ല കുട്ടി. തേവർക്ക് കഴിക്കാൻ വെച്ചിരുന്ന വെള്ളലുവി ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്, തൊണ്ട കെട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ ഈ റൈമണ്ട് നെക്സ്റ്റ് ലൈറ്റ് ഞാൻ വിഴുങ്ങിയിട്ടില്ല. നിന്റെ പോക്കറ്റ് എന്താ മുഴച്ചിരിക്കുന്നത്? ഒന്നുമില്ല. നോക്കട്ടെ. ഗുളികയാണ്. എന്തിന്റെ? പ്രമേഹത്തിന്റെ. ഇത് ആഹാരത്തിന് മുമ്പും ഇത് പിമ്പും. ജിലേബിയാ? എന്നാ പിന്നെ എല്ലാവരെയും ഇനി പരിശോധിച്ചേ പറ്റൂ. അതെ, ആരും കുറ്റം സമ്മതിക്കാത്ത നിലയ്ക്ക് എല്ലാരും പരിശോധിച്ചിട്ട് വിട്ടാ മതി. അത് ഞങ്ങൾ തന്നെ ആയിക്കോട്ടെ. അത് വേണ്ട, ജോലിക്കാരെ മാത്രം മതി. മാപ്പിളയും കൂട്ടരും ഇങ്ങോട്ട് മാറിയുന്നുള്ളൂ. എന്നാലും ജോലിക്കാർ കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ളവർ ഞങ്ങളാ. നോക്കുമ്പോ എല്ലാരെയും നോക്കണം. ഞങ്ങൾക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ല. ഉള്ളിന്റെ ഉള്ളിൽ പോലും ഒരു സംശയത്തിന് ഇടേണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അതെ, പന്തി പക്ഷാഭേദം പാടില്ലെന്ന് എല്ലാരും നോക്കണം. ഞാൻ തന്നെ തുടങ്ങാം. ദേ കണ്ടോ, എന്റെ പോക്കറ്റിലൊന്നുമില്ല. ദേ കണ്ടോ, ഒന്നുമില്ല. ദേ ഇവന്റെ പോക്കറ്റിൽ. ദേ കണ്ടോ, ദേ ഒന്നുമില്ല. കണ്ടോ, ദേ ഇതേ ഇവന്റെ പോക്കറ്റില്. ഇതെങ്ങനെ എന്റെ പോക്കറ്റില്? ഞാനല്ല. അപ്പ സത്യമായിട്ട് ശിവ, ഇതാരും മനഃപൂർവ്വം അപ്പനാണ്. ഞാനല്ല. മോളെന്താ പേടിച്ചു പോയോ? നല്ലൊരു ദിവസമായിട്ട് പാട്ടും കൂത്തും മാത്രം മതിയോ? അല്പം തമാശയൊക്കെ വേണ്ടേ? ഞാൻ തന്നെയാ ഇത് ചെയ്ത്. മാപ്പിളയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഇരുട്ടിൽ ആള് മാറിപ്പോയി. ബെസ്റ്റ് കോമഡി. ദേവാരയ്യ ഇത്രയും വലിയ തമാശക്കാരനാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല അല്ലേപ്പാ? പിന്നല്ലാതെ. എന്നാലും എന്റെ പൊന്നുബന്ധുക്കാരാ, ഇതൊരുമാതിരി ചങ്കി തീ കോരിയിടുന്ന തമാശയായി പോയി. ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിക്കോളൂ. കോമഡി ടൈം കഴിഞ്ഞു, ഇനി ഫുഡ് ടൈം. ശിവ, വരൂ, അല്പം സംസാരിക്കാം. മക്കളെ നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോളൂ. വരൂ. ശിവ, ആ വാതിലടച്ചേക്കൂ. ശിവ, എന്താ? അകത്തേക്ക് വരൂ. ഈ പണവും സ്വത്തും എല്ലാം
ഇനി നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവളാണ് എൻ്റെ മോള്. അവളെന്നും സന്തോഷമായിട്ടിരിക്കണം. അവളുടെ കണ്ണ് നിറയാൻ ഇനി ഒരിക്കലും ഇടവരരുത്. ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പുതിയ ജീവിതമൊക്കെ ആകുമ്പോൾ പഴയ ബന്ധങ്ങളോട് അല്പം അകൽച്ചയാകുന്നതിൽ തെറ്റൊന്നുമില്ല. മനസ്സിലായില്ല. ദേവാലയ എന്താണ് ഉദ്ദേശിക്കുന്നത്? വേണ്ടപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് വിഷമം തോന്നും. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നീയും നിന്റെ കൂട്ടരും നാണം കെടണ്ടെന്ന് കരുതിയ നിന്റെ സ്നേഹിതൻ ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുത്തത്. അതെ, അവൻ തന്നെയാ ആ മാലെടുത്തത്. അയാളങ്ങനെ പറഞ്ഞപ്പോ നിന്റെ വായിലെന്താ പഴം തിരികെ വെച്ചേക്കായിരുന്നു? നിനക്കും അതോർത്ത് പറയാറില്ലേ ഞാൻ എടുത്തിട്ടില്ലെന്ന്? പിന്നെ ആ മാല നിന്റെ പോക്കറ്റിൽ താനെ അങ്ങോട്ട് മുളച്ചു വന്ന അത് ആകാശത്ത് പൊട്ടി വീണ. എല്ലാം നിർത്തിയെന്ന് പറഞ്ഞാലും പിന്നെയും കള്ളത്തരം കാണിക്കുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാ. അതൊക്കെ പണ്ട്. പക്ഷെ ഇപ്പൊ ഞാനത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാ എടുത്തിട്ടില്ല. പിന്നെ ആരാടാ മാല എടുത്തത്? നിന്റെ പെണ്ണിന്റെ വീട്ടുകാര്. അല്ലാണ്ട് പിന്നെ ആരാ? എന്നെ മനഃപൂർവ്വം കള്ളനാക്കാൻ വേണ്ടി അവന്മാർ ചെയ്ത് ചതിയത്. ശരി, നിന്നെ കള്ളനാക്കിയിട്ട് അവർക്ക് എന്ത് കിട്ടാനാടാ? ഓ, പെണ്ണു വീട്ടുകാരെ പറഞ്ഞപ്പോ നിനക്ക് ദണ്ണുണ്ടല്ലേ? അവർക്ക് നേടാനില്ലെങ്കിൽ പിന്നെ നേടാനുള്ളത് നിനക്കാ. ദേവരുടെ സ്വത്തും പണവും കണ്ടപ്പോ നിനക്ക് ഞങ്ങളൊരു ബാധ്യതയുണ്ടാവും. എന്നെ അപ്പനെയൊക്കെ ഒഴിവാക്കണമെന്നുണ്ടാവും. അതിന് വേണ്ടിട്ട് നീ തന്നെ എനിക്കത് ചെയ്തത്. ചെമ്മാടിത്തരം പറയടാ. വേണ്ട. തമ്മിത്തലണെങ്കിൽ അപ്പം പറയും. റഫറിയില്ലാത്ത കളി വേണ്ട. പിന്നെ അവനൊരുപാട് ചൊറിയണ വർത്താനം പറഞ്ഞാല നിനക്ക് ഇപ്പൊ എന്നെ കള്ളനാക്കണം, അത്രയല്ലേ വേണ്ടത്? അതാണ് ഞാൻ തന്നെ ആ മാല പൊട്ടിച്ചത്. ഞാൻ കള്ളനാ, കള്ളൻ. നീയൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് നന്നാകാത്ത കള്ളൻ. നല്ലവരായിട്ടുള്ള നിനക്കൊന്നും ഈ കള്ളന് ചേരില്ല. നീ തേവരുടെ മോളെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിച്ചോ. നിങ്ങൾക്കൊക്കെ മാനക്കേടുണ്ടാക്കാൻ ഈ കള്ളപ്പെട്ടി ഇനി നിങ്ങളുടെ ഇടയിലേക്ക് വലിച്ചേറി വരില്ല. നീ എന്തൊക്കെയാ ഈ പറയണ പന്നി? വേണ്ട, എവിടെന്തോ വന്ന നമ്മള് ഇത്രയും കാലം കൂടപ്പിറപ്പുകളെ പോലെ ജീവിച്ചു. ഇപ്പൊ നമ്മള് പിരിയാ. ഏയ് ചുമ്മാതെയാണ്. പോയ അവനോടം വരെ പോകാനാണ്. അപ്പൊ നിങ്ങ വന്നോളൂ, നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഏയ് എനിക്കൊരു വിഷമവും ഇല്ല. അങ്ങോട്ട് ചെല്ലട്ടെന്ന്.